ഹായ്, മനോജ് ഡ്രീം വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്കൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചാനല് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും തികഞ്ഞ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഓണായിരിക്കുകയാണ്. ഇന്നലെയാണ് അത് ഓണായത്. കാരണം ഇന്നലെ രാവിലെ തുടങ്ങിയ മോണിറ്റൈസേഷൻ പ്രക്രിയ രാത്രി ഏകദേശം ഒരു 1:30 ആകുമ്പോഴാണ് നമുക്കത് ഓണായി കിട്ടിയത്. കാരണം നമ്മുടെ ചാനല് മോണിറ്റൈസേഷൻ ഓൺ ആയപ്പോൾ അതിൽ 3 കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ അപ്രൂവ് ആയി കിട്ടി. രണ്ടാമത്തെ കാര്യം നമ്മുടെ ചാനലിൻ്റെ വീഡിയോസുകളെല്ലാം യൂട്യൂബ് സെർച്ച് ചെയ്ത് അതിൽ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് അപ്രൂവ് ചെയ്ത് കിട്ടാൻ നമുക്ക് ഒരുപാട് സമയം ഏകദേശം ഒരു 8 മണിക്കൂറോളം എടുത്തു, 8-9 മണിക്കൂറോളം എടുത്തു. അത് ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആണ്. അത്രയും വൈകിയത് കൊണ്ടാണ് ആ വീഡിയോ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ചാനലിന് ഈ മോണിറ്റൈസേഷൻ പ്രക്രിയ പൂർത്തീകരിക്കാൻ സഹായിച്ച നിങ്ങളെ എല്ലാവരോടും ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. പിന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിലിടുന്ന കണ്ടന്റ്, ആ കണ്ടന്റ് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വ്യൂസും അതേപോലെ തന്നെ വാച്ച് അവറും അതേപോലെ സബ്സ്ക്രൈബറും ഒക്കെ കിട്ടാൻ പെട്ടെന്ന് നമ്മൾക്ക് സഹായിക്കും. നല്ല കണ്ടന്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ ഈ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസമായി. ഈ 6 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ ഏകദേശം 108 വീഡിയോകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് വീഡിയോ ഇടുന്ന സമയത്ത് ഈ ഷോർട്സിൽ നമുക്ക് വാച്ച് അവർ കിട്ടില്ല, സബ്സ്ക്രൈബർ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ വാച്ച് അവർ കൂടുതൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ഓൺ ആക്കി എടുക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ ലോങ് വീഡിയോയിലേക്കാണ് നമുക്ക് വാച്ച് അവർ കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ കൂടുതൽ ഇട്ടിട്ട് ഷോർട്സ് കുറച്ചിടുക. കാരണം ഷോർട്സ് നമുക്ക് മോണിറ്റൈസ് ഓൺ ആയ ശേഷം പിന്നെ ഷോർട്സ് വീഡിയോ നമുക്ക് കൂടുതൽ ഇടാൻ കഴിയുന്നതാണ്. പിന്നെ നമുക്ക് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. കാരണം 4000 വാച്ച് അവർ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ഉള്ള കാര്യം തന്നെയാണ്. നമ്മൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ മാക്സിമം എല്ലാവർക്കും വാട്സപ്പിലും അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാട്സപ്പിലൊക്കെ ഒരാളെ നിർബന്ധിച്ച് നമ്മൾ ഷെയർ ചെയ്തിട്ട് കാണാൻ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ കാണാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ നിർബന്ധിക്കുന്നതുകൊണ്ട് അവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ നല്ലൊരു കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്യൂബുകാരനെ നമ്മുടെ വീഡിയോയിലേക്ക് വേണ്ട ഇംപ്രഷൻ കൊടുത്ത് എല്ലാ ആളുകളിലേക്കും എത്തിക്കാം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിനനുസരിച്ച് യൂട്യൂബ് ഇംപ്രഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മളൊരു വ്യക്തികൾക്കായിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് അത് കാണാൻ താല്പര്യം. പിന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിലുള്ള കണ്ടന്റ് ചിലപ്പോൾ എല്ലാവർക്കും ആവശ്യം ഉണ്ടാകണമെന്നില്ല. ആ കണ്ടന്റ് ആവശ്യമുള്ളവർ മാത്രമേ നമ്മുടെ വീഡിയോ കാണുകയുള്ളൂ. അപ്പം നമ്മൾ ആ കണ്ടന്റ് ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ വീഡിയോ കാണില്ല. അപ്പം നമ്മൾക്ക് എന്താണ്, ആ വ്യൂസ് വെറുതെ എണ്ണം കൂടുന്നില്ലാണ്ട് അതിൽ വാച്ച് അവർ ഒന്നും കിട്ടില്ല. അപ്പം നിങ്ങൾ അതൊന്നും ചെയ്യാതിരിക്കുക. എൻ്റെ ചെറിയൊരു ടിപ്സാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊന്നുള്ളൂ. അപ്പോൾ തുടക്കക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ അപ്പം നമ്മുടെ ചാനൽ 6 മാസം കൊണ്ട് ഈ ഒരു ക്രൈറ്റീരിയ കടന്നിരിക്കുകയാണ്. 1000 സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ 4000 വാച്ച് അവർ നമ്മൾ കടന്നിരിക്കുകയാണ്. നിലവിൽ ഇപ്പം നമ്മുടെ ചാനലിൽ 2000 മുകളിൽ സബ്സ്ക്രൈബറും ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വാച്ച് അവർ എന്ന് പറയുമ്പോൾ നമ്മൾ 4 ദിവസത്തെ മുമ്പ് വരെയുള്ളതാണ് അപ്ഡേറ്റ് ആകുള്ളൂ. അപ്പോൾ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഏകദേശം 5000 മുകളിൽ വാച്ച് അവറും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാലം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് മുന്നോട്ടുള്ള നാളുകളിലും ഇതേപോലെ നല്ല രീതിയിൽ പോകാൻ കഴിയുള്ളൂ. ഇതിനെക്കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പുതിയ യൂട്യൂബർമാര് എല്ലാവരും 4000 വാച്ച് അവറിനും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബറിന് വേണ്ടി മാക്സിമം പ്രയത്നിക്കുക. നിങ്ങൾക്ക് അഥവാ ഇനി തികഞ്ഞില്ല പറഞ്ഞിട്ട് ആരും വിഷമിക്കരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം നിങ്ങൾ പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ മാക്സിമം ഒരു ദിവസം 1, 2, 3 വീഡിയോ മാക്സിമം നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു 10, 50 അല്ലെങ്കിൽ ഒരു 100 വീഡിയോ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഏതെങ്കിലും 1, 2 വീഡിയോ നല്ല രീതിയിൽ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ആ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ വൈറലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് 100 വീഡിയോ അല്ലെങ്കിൽ 200 വീഡിയോ ഇടേണ്ടി വരും. അത് നമ്മൾ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മൾ ആയില്ല എന്നോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ നമ്മുടെ അല്ലെങ്കിൽ ക്രൈറ്റീരിയ
ആയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കരുത്. നിങ്ങളെ കൊണ്ട് മാക്സിമം കഴിയാവുന്ന രീതിയിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക, അത് ലോങ് വീഡിയോകൾ കൂടുതൽ ഇടാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാ യൂട്യൂബർമാരും നല്ല രീതിയിൽ പ്രയത്നിച്ച് നല്ല മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.